അലൈക്കും. എൻ്റെ പേര് അർഷ. ഞാൻ തേർഡ് ഇയർ അൽഫറാബി കസക് നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ 10 കുട്ടികളാണ്. ഇപ്പം ആദ്യം 12 കുട്ടികൾ മുതൽ തുടങ്ങിയതാണ്. അങ്ങനെയാണ് അധികവും അവിടെ ഉള്ളത്. എല്ലാ ബാച്ചിലും കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഓരോ ഗ്രൂപ്പിൽ 12 to 10 സ്റ്റുഡൻസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടുന്ന് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും എല്ലാവർക്കും, അവിടെ പോയിട്ടുണ്ടെങ്കിൽ അധികം പഠിത്തം ഉണ്ടാവില്ല, കളിച്ച് നടക്കലാണ് എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇവിടുത്തെ മാതിരി തന്നെ MBBS എന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെ നല്ലോണം പഠിക്കാനുണ്ട് നമുക്ക്. അവിടെ ആണെങ്കിൽ നല്ല സ്ട്രിക്റ്റും ആണ് ടീച്ചേഴ്സൊക്കെ. ആബ്സെൻസ് ഒക്കെ എടുത്ത് വീട്ടിലിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളെന്തായാലും പെട്ടുപോകും. മാർക്കൊക്കെ ക്ലാസ് ഡേ ബേസിസിൽ നമുക്ക് മാർക്കുകളുള്ളതാണ്. അപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കലോ അങ്ങനത്തെ ഒന്നും പറ്റൂല. നമുക്ക് എപ്പോഴും എല്ലാ ദിവസവും നല്ല ക്ലാസ്സും പഠിപ്പിക്കുന്നതാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് അവർ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ഇതായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലാണ് ഫുൾ ക്ലാസ് ഉള്ളത്. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നവർ തന്നെയാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ തേർഡ് ഇയർ മുതൽ ഞങ്ങൾക്കിപ്പോൾ ക്ലിനിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ക്ലിനിക്കിൽ പോയിട്ട് ഓരോ ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ കാർഡിയാക്ക് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ക്ലിനിക്കിൽ നമുക്ക് ഓരോ പേഷ്യൻസിനെ കാണാൻ പറ്റും. നമുക്ക് കേസസൊക്കെ ആയിട്ട് ഫുൾ ഡിസ്കഷനും ഫുൾ ക്ലിനിക്കായിട്ടാണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. പിന്നെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനൊന്നുമില്ല. നമ്മൾ ഇത്ര കാലം ഞങ്ങളൊരു വീട്ടിലായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ വീട്ടിലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ അഷ്റഫ് ക, ഇത്ത എല്ലാവരും ആയിട്ട് അങ്ങനെ. പിന്നെ ഫുഡാണെങ്കിൽ സുബൈദത്തുണ്ട്. പറയാനൊന്നുമില്ല, അത്രക്കും നല്ല ഫുഡ്. ഞങ്ങൾക്ക് ഫസ്റ്റ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് ഇവരല്ലായിരുന്നു ഞങ്ങളടുത്ത്. അപ്പോൾ ഇത്ത വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫുള്ള് ശരിയായത്. ഞങ്ങൾ ഫസ്റ്റ് കുറച്ചൊന്നും ഇടങ്ങാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ മൈരി ഉണ്ടാവും. അതിനൊക്കെ അനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ഇത്ത ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. ക്ലാസ്സുകൾ നല്ലതാണ്. ഹോസ്റ്റലിലാണെങ്കിലും നല്ല രീതിയിലാണ്. നല്ല ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർ പറയുന്ന മാതിരി നമുക്ക് തരുന്നുണ്ട്. ഇവരിപ്പോൾ എന്തൊക്കെയാണോ പറയുന്നത് അത് നമുക്ക് എന്തായാലും കിട്ടും. അത് 100% ഷുവറാണ്. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഫെസിലിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. ഇപ്പം നമ്മൾ ലേറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. ഞങ്ങൾ എക്സാം സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കര ലേറ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒക്കെ ഫാമിലി അവിടെ ഉണർന്നിരിക്കുന്നുണ്ടാവും. നമ്മൾ ഉറങ്ങിയതിന് ശേഷം അവർ ഉറങ്ങാൻ പോവുള്ളൂ. അത്രക്കും ഇപ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് നമുക്ക് തരലുണ്ട്. അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.